Next topic, district administration. The basic territorial unit of administration in India is the district. ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കും. ദ ബേസിക് ടെറിറ്റോറിയൽ യൂണിറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ഇന്ത്യ. ഇപ്പോൾ ഇന്ത്യയുടെ ബേസിക് ടെറിറ്റോറിയൽ യൂണിറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഡിസ്ട്രിക്ട്. ദ സൈസ് ഓഫ് ദ ഡിസ്ട്രിക്ട് വേരീസ് ഫ്രം സ്റ്റേറ്റ് ടു സ്റ്റേറ്റ്. ഇനി നമ്മൾ ഡിസ്ട്രിക്റ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യുന്നു? വേരി ചെയ്യുന്നു അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുന്നു. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് ഡിസ്ട്രിക്ട്. ഡിസ്ട്രിക്റ്റിനെ നമുക്ക് എത്രയായിട്ട് ഡിവൈഡ് ചെയ്യാം? ദർ ആർ വേരിയസ് ടൈപ്സ് ഓഫ് ഡിസ്ട്രിക്ട്. First one is the largest number is that of a rural district. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്പേഴ്സ് ഉള്ള ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത് ഏത് ഡിസ്ട്രിക്റ്റാണ്? റൂറൽ ഡിസ്ട്രിക്റ്റാണ്. സെക്കൻഡ് വൺ ഈസ് then there are the district which where the local administration concentrate more on urban area, that is urban district. Third one is industrialized district. അതായത് വ്യവസായ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ വ്യവസായങ്ങൾ കൂടുതലുള്ള ഡിസ്ട്രിക്ട്. ഫോർ എക്സാമ്പിൾ വെസ്റ്റ് ബംഗാൾ, ബീഹാർ. ഇനി അടുത്ത ബാക്ക്വേർഡ് ഡിസ്ട്രിക്ട്, ദാറ്റ് കോൺട്രിബ്യൂട്ട് അനദർ ടൈപ്പ് ഓഫ് ഡിസ്ട്രിക്ട്. ദേ ആർ ദോസ് ഡിസ്ട്രിക്ട് വെയർ ദ ലോക്കൽ പീപ്പിൾ ഡു നോട്ട് എൻജോയ് ദോസ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ അഡ്വാൻറ്റേജ് ആൻഡ് വിച്ച് ആർ ദി മൊണോപ്പോളി ഓഫ് മോർ ഡെവലപ്ഡ് ഏരിയാസ്. ബാക്ക്വേർഡ് ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നില്ല അല്ലെങ്കിൽ അവസരങ്ങൾ കിട്ടുന്നില്ല. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ഡെവലപ്മെൻറ്റ്. അതിനാണ് നമ്മുടെ ബാക്ക്വേർഡ് ഡിസ്ട്രിക്ട് എന്ന് പറയുക. ലാസ്റ്റ് വൺ ഈസ് ഹിൽ ഡിസ്ട്രിക്ട്. ദാറ്റ് ദ ഹിൽ ഡിസ്ട്രിക്ട് വെയർ ദ പാറ്റേൺ ഓഫ് ലിവിങ് ദാറ്റ് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഡിഫേഴ്സ് ഫ്രം ദോസ് ഓഫ് ഡിസ്ട്രിക്ട് വിച്ച് ആർ സിറ്റുവേറ്റഡ് ഇൻ ദ പ്ലെയിൻസ്. അപ്പോൾ അതിനാണ് നമ്മൾ ഹിൽ ഡിസ്ട്രിക്ട് എന്ന് പറയാം. പ്ലെയിൻസ് ഏരിയാസ്, അതിനെ നമ്മൾ ഹിൽ ഡിസ്ട്രിക്ട് എന്ന് പറയാം. അപ്പോൾ ഡിസ്ട്രിക്റ്റിനെ പ്രധാനമായും നമുക്ക് 5ആയിട്ടാണ് തിരിക്കുന്നത്. ഫസ്റ്റ് റൂറൽ ഡിസ്ട്രിക്ട്, അർബൻ ഡിസ്ട്രിക്ട്, ഇൻഡസ്ട്രിയൽ ഡിസ്ട്രിക്ട്, ബാക്ക്വേർഡ് ഡിസ്ട്രിക്ട് ആൻഡ് ഹിൽ ഡിസ്ട്രിക്ട്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എസ്സേ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണ റോൾ ഓഫ് ഡിസ്ട്രിക്ട് കളക്ടർ ഇൻ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ. ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനിൽ ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ റോൾ എന്താണ്? ദ ഡിസ്ട്രിക്ട് കളക്ടർ പെർഫോംസ് മൾട്ടിഫേറിയസ് ഫങ്ഷൻ. That's a large number of functions performed by district collector. ഇപ്പോൾ ഡിസ്ട്രിക്ട് കളക്ടർ ലാർജ് നമ്പർ ഓഫ് ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നു. Therefore he is called the backbone of district administration. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് നമുക്ക് എന്തെന്ന് പറയാം? ബാക്ക് ബോൺ, നട്ടല്. ഏതിൻ്റെ? ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ്റെ. ഇപ്പോൾ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ്റെ ബാക്ക് ബോൺ ആയിട്ട് അറിയപ്പെടുന്ന ആരെയാണ്? ഡിസ്ട്രിക്ട് കളക്ടർ. ഹിസ് പ്രിൻസിപ്പൽ ഡ്യൂട്ടി ഈസ് ദ മെയിൻ്റനൻസ് ഓഫ് ലാൻഡ് ഓർഡർ ഇൻ ദ ഡിസ്ട്രിക്ട്. ഇനി അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈസ് ടു മെയിൻ്റനൻസ് ഓഫ് ലാൻഡ് ഓർഡർ ഇൻ ദ ഡിസ്ട്രിക്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡിസ്ട്രിക്റ്റിൽ, ഇപ്പോൾ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ ആ ഡിസ്ട്രിക്റ്റിലെ ലാൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ് ഒരു ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടിയിൽ ഉൾപ്പെടുന്നത്. പ്രോംപ്റ്റ് കളക്ഷൻ ഓഫ് റവന്യൂ, ദാറ്റ്സ് അനദർ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ. ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഡ്യൂട്ടി ഓഫ് ദ കളക്ടർ. ഇനി കളക്ടറിൻ്റെ മറ്റൊരു ഡ്യൂട്ടി എന്ന് പറയുന്നത് പ്രോംപ്റ്റ് കളക്ഷൻ ഓഫ് റവന്യൂ കളക്ട് ചെയ്യുക. ഡയറക്ഷൻ ആൻഡ് ഫുൾഫിൽമെൻറ്റ് ഓഫ് ഡെവലപ്മെൻറ്റൽ പ്ലാൻസ്. ഇനി ഒരുപാട് പ്ലാനുകൾ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ പ്രോജക്റ്റുകൾ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് ഡയറക്ഷൻ കൊടുക്കുക, അത് ഫുൾഫിൽമെൻറ്റിലേക്ക്, പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരിക. ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ്, അല്ലെങ്കിൽ അനദർ ഇമ്പോർട്ടൻറ്റ് പാരമൗണ്ട് ഫങ്ഷൻ ഓഫ് ഡിസ്ട്രിക്ട് കളക്ടർ. ടു ആക്ട് ആസ് എ ബഫർ ബിറ്റ്വീൻ സിറ്റിസൺ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. അതുപോലെ തന്നെ നമ്മുടെ അഡ്മിനിസ്ട്രേഷനും സിറ്റിസണും തമ്മിൽ, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനെയും സിറ്റിസനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ബഫറായിട്ട് ആര് പ്രവർത്തിക്കാറുണ്ട്? നമ്മുടെ ഡിസ്ട്രിക്ട് കളക്ടർ. ഇനി ഫങ്ഷൻസ് ഓഫ് ഡിസ്ട്രിക്ട് കളക്ടർ, അത് 1 by 1 ആയിട്ട് നമ്മൾ പഠിക്കണം. ഫസ്റ്റ് വൺ, ആസ് എ കളക്ടർ. ഇനി ഒരു കളക്ടർ എന്ന നിലയിൽ അദ്ദേഹം എന്തൊക്കെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്? The district collector is the head of the revenue department of the district. ഇപ്പോൾ ഒരു ഡിസ്ട്രിക്റ്റിലെ അല്ലെങ്കിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിട്ട് അറിയപ്പെടുന്ന ആരാണ്? ഡിസ്ട്രിക്ട് കളക്ടറാണ്.
In this capacity, he possessed the power of general supervision and control of the land record and their staff. ഇപ്പോൾ ലാൻഡ് റെക്കോർഡ്, ഇപ്പോൾ ഒരു ഡിസ്ട്രിക്റ്റിലെ ലാൻഡ് റെക്കോർഡ് എത്രയാണ്, അപ്പോൾ അതെല്ലാം സൂപ്പർവൈസ് ചെയ്യുന്നത്, അതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്, അതുപോലെ തന്നെ സ്റ്റാഫിനെ കൺട്രോൾ ചെയ്യുന്നത് എല്ലാം ആരാണ്? കളക്ടറാണ്. ഇനി നമ്മൾ ഒരു കളക്ടർ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടികൾ എന്തൊക്കെയെന്നാണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് അപ്പോയിൻമെൻറ്റ്, പ്രൊമോഷൻ, ട്രാൻസ്ഫർ and punishment of the district officials in accordance with the standing orders of the government. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഓർഡേഴ്സ് അനുസരിച്ച് നമ്മൾ അപ്പോയിൻമെൻറ്റ് അനുസരിച്ച് ഒരു ഡിസ്ട്രിക്ട് കളക്ടർ അപ്പോയിൻമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നു, പ്രൊമോഷൻ കൊടുക്കുന്നു, ട്രാൻസ്ഫർ കൊടുക്കുന്നു, അതുപോലെ തന്നെ പണിഷ്മെൻറ്റ് കൊടുക്കുന്നു. ഇപ്പോൾ ഒരു ഗവൺമെൻറ് എന്താണ് ഓർഡർ ചെയ്യുന്നത്, ഇപ്പോൾ ഇന്ന ആൾക്ക് അപ്പോയിൻമെൻറ്റ് കൊടുക്കൂ, അല്ലെങ്കിൽ ഇന്ന ആളിനെ പ്രൊമോട്ട് ചെയ്യൂ, അല്ലെങ്കിൽ ഇന്ന ആളിനെ ഇന്ന സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യൂ, ഇപ്പോൾ ഇന്ന ഓഫീഷ്യൽസിന് ഒരു പണിഷ്മെൻറ്റ് കൊടുക്കൂ. അപ്പോൾ ഇങ്ങനെ ഗവൺമെൻറ് ഓർഡർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആരാണ്? നമ്മൾ ഡിസ്ട്രിക്ട് കളക്ടറാണ്. അടുത്ത നമ്പർ 2, റൈറ്റിംഗ് ക്യാരക്ടർ റോൾസ് ഓഫ് ആൾ അണ്ടർ ഹിസ് അതോറിറ്റി. അപ്പോൾ അതുപോലെ തന്നെ ഓരോ 6 മാസം കൂടുമ്പോഴും ക്യാരക്ടർ റോളുകൾ റൈറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണ്, അദ്ദേഹം ചെയ്യുന്ന ഓരോ പ്രവർത്തനം അദ്ദേഹം ഗുഡാണോ ബാഡാണോ അല്ലെങ്കിൽ വെരി ഗുഡാണോ, അപ്പോൾ ഇങ്ങനെ ക്യാരക്ടർ റോൾ റൈറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? നമ്മളെ ഡിസ്ട്രിക്ട് കളക്ടറിനാണ്. തേർഡ് വൺ ഈസ് കീപ്പിംഗ് എ ക്ലോസ് വാച്ച് ഓൺ അഗ്രികൾച്ചറൽ കണ്ടീഷൻസ് ഓഫ് ദ സീസൺ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ട്രിക്ട് കളക്ടർ എന്താണ്? ജസ്റ്റ് എ ക്ലോസ് വാച്ച്. അപ്പോൾ അദ്ദേഹം വളരെ ശക്തമായ രീതിയിൽ നിരീക്ഷിക്കുന്നു. ഇപ്പോൾ ഓരോ സീസൺ മാറി വരുന്നതനുസരിച്ച് നമ്മുടെ അഗ്രികൾച്ചർ കണ്ടീഷൻ, ഇപ്പോൾ കാർഷിക രീതിയിൽ ഇപ്പം ഫ്ലഡ് ഉണ്ടായോ അല്ലെങ്കിൽ ഡ്രോട്ട് ഉണ്ടായോ, കൃഷി നശിക്കുന്നു, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ക്ലോസ് ആയിട്ട് ആര് വാച്ച് ചെയ്യണം? നമ്മുടെ ഡിസ്ട്രിക്ട് കളക്ടർ. ആൻഡ് ഫോർത്ത് വൺ ഈസ് കളക്ഷൻ ഓഫ് റവന്യൂ ആൻഡ് അതർ ടാക്സസ് ലൈക്ക് അഗ്രികൾച്ചറൽ ഇൻകം ടാക്സ് ആൻഡ് ഇറിഗേഷൻ ടാക്സ്, സെയിൽസ് ടാക്സ് എക്സെട്ര. ഇനി കളക്ഷൻ ഓഫ് റവന്യൂ കളക്ട് ചെയ്യുന്നു. ഇതിനൊക്കെയാണ് ടാക്സ് ലൈക്ക് അഗ്രികൾച്ചറൽ ഇൻകം. അപ്പോൾ അഗ്രികൾച്ചറൽ ഇൻകം ടാക്സ് കളക്ട് ചെയ്യുന്നു, ഇറിഗേഷൻ ടാക്സ്, അതുപോലെ തന്നെ സെയിൽ ടാക്സ്. ഇപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ടാക്സുകളും കളക്ട് ചെയ്യുന്ന ഉത്തരവാദിത്വം ആർക്കാണ്? ഡിസ്ട്രിക്ട് കളക്ടറിനാണ്. എൻഷുറിങ് പ്രോപ്പർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ലാൻഡ്, പിന്നെ അതുപോലെ തന്നെ ലാൻഡിൻ്റെ പ്രോപ്പർ അഡ്മിനിസ്ട്രേഷൻ അത് എൻഷുർ ചെയ്യുന്നു, അത് ഉറപ്പുവരുത്തുന്ന ആരാണ്? നമ്മൾ ഡിസ്ട്രിക്ട് കളക്ടറാണ്. സബ്മിഷൻ ഓഫ് പീരിയോഡിക്കൽ റിപ്പോർട്ട് ഓഫ് ഹയർ അതോറിറ്റീസ്, അതുപോലെ തന്നെ ഹയർ അതോറിറ്റി ഡിമാൻഡ് ചെയ്യുന്നതിൻ്റെ ബേസിൽ പീരിയോഡിക്കൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം ആര്? ഡിസ്ട്രിക്ട് കളക്ടർ. നെക്സ്റ്റ് വൺ ഈസ് റെമിഷൻ ഓഫ് റവന്യൂ ഇൻ കേസ് ക്രോപ്സ് ആർ ഡിസ്ട്രോയിഡ് ഡ്യൂ ടു നാച്ചുറൽ കലാമിറ്റീസ്. ഇനി പ്രകൃതിക്ഷോഭം മൂലം നമ്മുടെ ക്രോപ്സ് ഫെയിലിയർ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ റെമിഷൻ ഓഫ് റവന്യൂ, ഇപ്പോൾ റവന്യൂവിൽ റിഡക്ഷൻ കൊണ്ടുവരണം അല്ലെങ്കിൽ ടാക്സ് റെഡ്യൂസ് ചെയ്യണം, ഇതും നിശ്ചയിക്കുന്ന ആരാണ്? നമ്മൾ ഡിസ്ട്രിക്ട് കളക്ടറാണ്. നെക്സ്റ്റ് വൺ ഈസ് മെയിൻ്റനൻസ് ഫാക്ട് ആൻഡ് ഫിഗേഴ്സ് റിഗാർഡിംഗ് ദ വെൽത്ത് ആൻഡ് വെൽഫെയർ ഓഫ് ദി ഇൻഹാബിറ്റൻസ് ഓഫ് ദ ഡിസ്ട്രിക്ട്. ഇനി ഒരു ഡിസ്ട്രിക്റ്റിൽ താമസിക്കുന്ന എല്ലാ ഇൻഹാബിറ്റൻസിൻ്റെയും വെൽത്ത് ആൻഡ് വെൽഫെയർ, ക്ഷേമം ഉറപ്പുവരുത്തണം. നെക്സ്റ്റ് വൺ ഈസ് മാനേജിങ് ഗവൺമെൻറ്റൽ പ്രോപ്പർട്ടീസ്. അപ്പോൾ അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടികൾ മാനേജ് ചെയ്യണം. ആൻഡ് ദെൻ അസസ്മെൻറ്റ് ആൻഡ് റിയലൈസേഷൻ ഓഫ് അഗ്രികൾച്ചറൽ ടാക്സ് എത്രയാണ്, അതൊരു അസസ്മെൻറ്റ് അല്ലെങ്കിൽ അതൊരു കാൽക്കുലേഷൻ കണ്ടക്ട് ചെയ്യണം. ദെൻ സൂപ്പർവിഷൻ ഓഫ് ട്രഷറി ആൻഡ് സബ് ട്രഷറി, ഇനി ട്രഷറികളെ സൂപ്പർവൈസ് ചെയ്യണം, അതുപോലെ തന്നെ സബ് ട്രഷറീസ് സൂപ്പർവൈസ് ചെയ്യണം. ഇത്രയാണ് ഒരു കളക്ടർ എന്ന നിലയിൽ നമ്മുടെ ഡിസ്ട്രിക്ട് കളക്ടർ ചെയ്യേണ്ട ഡ്യൂട്ടി.